ജിയോണും ഓഫീസിൽ നിന്നും വെളിയിലേക്കൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഉൻഹോയും അവളുടെ പിന്നിലൊക്കെ വന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് നമ്മളുള്ളത് ഓഫീസിലാണെന്നൊക്കെ ജിയോൺ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും വർക്കൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവളുടെ കൂടെയൊക്കെ നിൽക്കുന്നതെന്നാണ് അവൻ അറിയിക്കുന്നതും. അങ്ങനെ ഇരിക്കെ എന്നാൽ ഞാനും വർക്കൊക്കെ അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവനൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിയൊക്കെ പോകുന്നു. ജിയോണും ഉൺഹോയും കൂടി ഒന്നിച്ച് ലിഫ്റ്റിലൊക്കെ കയറുവാനായിട്ട് നിൽക്കുന്നത് മിയയും ശ്രദ്ധിക്കുകയാണ്. പിന്നീട് അവർ ലിഫ്റ്റിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും മിയയും ഒളിഞ്ഞൊക്കെ നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ജിയോൺ ഉൺഹോനെ നോക്കി പുഞ്ചിരിക്കുന്നതൊക്കെ അവളും ശ്രദ്ധിക്കുന്നു. പിന്നീട് മിയയും ജിയോണിനെ കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോയതിനു ശേഷം നീയും ഉൺഹോയും തമ്മിൽ ഒന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഉൺഹോനെ ഇഷ്ടമാണെന്ന ഒറ്റ വാക്കിലൊക്കെ ജിയോണും അതിന് മറുപടി കൊടുക്കുന്നു. ഉൺഹോ നല്ലൊരു വ്യക്തിയാണ്, അതൊക്കെ എനിക്കറിയാം. എങ്കിൽ പോലും ഇതത്രയ്ക്ക് ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്കൊക്കെ റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ മിയെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഉൺഹോനെ ഇഷ്ടമാണ്, അതിൽ കൂടുതൽ ഒരു കാരണവും എനിക്ക് പറയുവാനായിട്ടില്ല എന്നൊക്കെ ജിയോണും ആവർത്തിച്ച് പറയുന്നു. ഇത്രയും കാലം നീ സിംഗിൾ ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിയുള്ള ആളെയൊക്കെ നിനക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിനക്ക് പേരൻസ് ഇല്ലാത്തതാണെന്നും നിന്റെ റിലേറ്റീവ്സിനെ കുറിച്ചും എല്ലാം തന്നെ എനിക്കറിയാം. അങ്ങനെ ഇരിക്കെ നീ ഒരു പ്രശ്നവും ഇല്ലാത്തൊരാളെ സെലക്ട് ഒക്കെ ചെയ്താൽ പോരെ? എല്ലാവരെ പോലെയും സാധാരണ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിനക്കുമായി കൂടെ എന്നൊക്കെ മേയെ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവന്റെ ലൈഫ് എങ്ങനെയാണോ ഉള്ളത് അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അവനോട് സ്നേഹവും തോന്നിയത്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ജൂൺ അറിയിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിന്നോടെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് നീ ഓഫീസിലുള്ള ആരെയും ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കുവാനായിട്ട് പാടില്ല എന്നും പ്രത്യേകമായിട്ട് തന്നെ ഉൻഹോയോട് ഒന്നും തന്നെ ചോദിക്കാനായിട്ട് പാടില്ല എന്നുമൊക്കെ ജിയോണും മിയയോട് പറയുന്നു. ജാങ്ങും ഇപ്പോൾ ജിയോണിനെയും ഉൻഹോനെയും കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. പുതിയൊരു ജോബ് ഓഫറൊക്കെ നിനക്ക് വേണ്ടി ഞങ്ങൾ വെക്കുന്നുണ്ട് എന്നൊക്കെ ജിയോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ജോലി തന്നെ ഉപേക്ഷിച്ചാലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ജോലിയൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുട്ടീനെ നോക്കുവാനായിട്ട് സമയം കിട്ടുകയില്ല. അതേസമയം ഞാൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെക്കുകയാണ് എങ്കിൽ എനിക്ക് കുട്ടീനെ നോക്കുവാനായിട്ടുള്ള പണം ഒന്നും തന്നെ കയ്യിൽ ഉണ്ടാവുകയുമില്ല. ഞാനൊരു അമ്മ എന്ന രീതിക്കൊക്കെ തോറ്റു പോയിരിക്കുകയാണ്. എൻ്റെ മകനും ഇപ്പോൾ എന്നെ വേണ്ട, മറിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയൊക്കെ പോയിക്കോളാമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൂടി ആയപ്പോഴത്തേക്കും എനിക്ക് സഹിക്കുവാനായിട്ട് പോലും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാങ്ങും കരയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജാങ്ങിന്റെ മകൻ വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ജോലിക്കാരെയൊക്കെ ജാങ്ങിനെ കോൾ ചെയ്ത് അറിയിക്കുന്നത്. ജാങ്ങും മകനെ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ഉറപ്പായിട്ടും അച്ഛനെ കാണുവാനായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ജാങ്ങു മൊത്തത്തിൽ കരയുന്നു. പക്ഷെ ജാങ്ങിന്റെ മകനും ഒറ്റയ്ക്ക് ടാക്സിയൊക്കെ പിടിച്ചിട്ട് ജിയോന്റെ കമ്പനിയിലേക്കൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ജിയോണിനെ കാണണമെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിന്റെ അടുത്തും അവൻ പറയുന്നു. ഇപ്പോൾ ജിയോണും അതുപോലെ തന്നെ ജാങ്ങും തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ അവനും ജിയോണുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഓഫീസിലൊക്കെ വന്ന സമയത്ത് ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ജോലിയൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കാതെ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാരണം അമ്മ ഒരിക്കലും ജോലി ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാരണം കൊണ്ടായിരുന്നോ നീയും അച്ഛന്റെ കൂടെ പൊയ്ക്കോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജാങ്ങും അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. അതേ എന്നൊക്കെ മകൻ മറുപടി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുമാണ് ജാങ്ങിന് ഒരു ആശ്വാസമൊക്കെ ആക്കുന്നത്. തന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല മകൻ തന്നെ ഉപേക്ഷിച്ച് പോകാമെന്നൊക്കെ തീരുമാനിച്ചതെന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല, നിന്നെ വിട്ടുകൊടുക്കുകയുമില്ല, മറിച്ച് നിന്നെ എന്റെ കൂടെ തന്നെ നിർത്തുന്നതായിരിക്കും, എനിക്കും അത് സാധിക്കും, നീ കാരണമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും എന്നൊക്കെ പറഞ്ഞ് ചാങ്ങു ഒരുപാട് കരയുന്നു. നീ ആഗ്രഹിക്കുന്നത് നിന്റെ അമ്മ ജോലിക്കൊക്കെ പോകണമെന്നല്ലേ? പക്ഷേ നിന്റെ അമ്മ ജോലിക്ക് പോകുന്നതിന്റെ ഒപ്പം തന്നെ നിന്റെ കൂടെ തന്നെ നിൽക്കുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു ജോലിയൊക്കെ ഞങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ജിയോണും ജാങ്ങിന്റെ മകന്റെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഉൺഹോയും ആ ഒരു ഓഫറൊക്കെ ജാങ്ങിന്റെ മുമ്പിലും വെക്കുന്നത്. ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയൊക്കെ ഇപ്പോൾ ഇൻഹൗസ് ലോയറിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. സാലറി ഒക്കെ നേരത്തേക്കാളും കുറച്ച് കുറവായിരിക്കും, എങ്കിൽ പോലും നിനക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരികയില്ല, മറിച്ച് കുറച്ച് സമയം മാത്രമേ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് വരികയുള്ളൂ. നിനക്ക് മകന്റെ കൂടെ കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കുവാനും സാധിക്കും. ഓൺഹോയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ജാങ്ങിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ജാങ്ങും ഒരുപാട് ഹാപ്പി ആക്കുന്നു. മാത്രമല്ല പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഓഫറൊക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് ജാങ്ങും പോകുന്നത്. ജിയോണും ഉറങ്ങുവാൻ സാധിക്കാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഉൺഹോയും അവളെ കോൾ ചെയ്ത് അവളുടെ അടുത്തൊക്കെ ഉറക്കത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ബ്യോളിനാകട്ടെ തലേണയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉറങ്ങുന്ന കൂട്ടത്തിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ജിയോണിനോട് എന്താണ് അവളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ശരിക്കും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല എന്നും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തെല്ലാം തന്നെ ദിവസം ഒക്കെ കാണാറുണ്ട് എന്നുമാണ് അവളും അറിയിക്കുന്നത്.
ഉറക്കത്തിൽ ഞാൻ കാണുന്ന സ്വപ്നത്തില് എന്റെ അച്ഛൻ എന്നെ കാണുവാനായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ കാണാറുള്ളതെന്നൊക്കെ ജോൺ പറയുമ്പോഴത്തേക്കും നീയും നിന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അച്ഛനെ മിസ് ചെയ്യുന്നില്ല. അച്ഛനൊരു നല്ല അച്ഛനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അയാളെക്കുറിച്ച് ഓർക്കാനായിട്ട് പോലും ആഗ്രഹിക്കുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് ജോൺ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജിയോണ് ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഓൺഹോയും അവളുമായിട്ട് സംസാരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവനും രാത്രി മുഴുവൻ അവളുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നീട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ വായിച്ചും കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് അവളും അതൊക്കെ കേട്ട് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ജിയോൺ ഓഫീസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവൾക്കും ഒരു കോളൊക്കെ വരികയാണ്. അവളുടെ കമ്പനിയിലെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വോ ഒരു ഇവന്റ് ഒക്കെ നടത്തുന്നുണ്ട്. സോ അവൾക്കും ആ ഒരു ഇവന്റിൽ പങ്കെടുത്തേ മതിയാകൂ. ഈ ഒരു ഇവന്റിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടൊക്കെ ചെങ്കോന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും എന്റെ അച്ഛന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ, അച്ഛൻ വെറുതെ ഒരു കാര്യവും ഇല്ലാതെയൊക്കെ ഇവന്റ് നടത്തുന്നതാണ്. പിന്നെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെന്നൊക്കെ അറിയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നീ പേരിനൊന്നും പങ്കെടുത്തേക്ക്, എന്നിട്ട് നേരത്തെ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങ് പോന്നോ എന്നൊക്കെയാണ് ജിയോന്റെ അടുത്ത് അവനും പറയുന്നത്. നേരത്തെ വൂവിനെ കണ്ട സമയത്ത് വൂവും ഒരാളുടെ റെസ്യൂമെ ഒക്കെ കൊടുത്തിട്ട് ഇയാളെ ജോലിക്ക് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് ജിയോൺ അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ വഴി അയാൾ നേരത്തെ വൂ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ജോലിക്ക് കയറിയെന്ന കാര്യമൊക്കെ അവളും അറിയിക്കുകയാണ്. ജിയോൺ എന്താണ് സംഭവിച്ചത്, ഇന്ന് ഫുള്ളായിട്ട് അവൾ മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വാഹി സംസാരിക്കുമ്പോഴത്തേക്കും പ്രൊജക്ട് എല്ലാം തന്നെ നല്ല രീതിക്കാണ് നടക്കുന്നത്. ഇനി ക്വാഹി എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന രീതിക്കൊക്കെ ക്യുമോൻ തിരിച്ച് അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ടിട്ടുണ്ടായിരുന്ന ക്യുൻഹ എന്റെ ഡാർലിംഗ് അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവരുടെ മുമ്പിലായിട്ടൊക്കെ പറയുകയാണ്. പക്ഷെ ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യം രഹസ്യമാക്കി വെക്കണമെന്നായിരുന്നല്ലോ അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് കിമ്മും ഗ്യൂറുമും നല്ല രീതിക്ക് തന്നെ കേട്ടിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയല്ല വിളിച്ചതെന്നൊക്കെ ക്യൂഹ പറയിക്കും, പറഞ്ഞ കാര്യമൊക്കെ മാറ്റി പറയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ച് ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് ഞാനൊരു ഡോക്യുമെന്റ് ഒക്കെ എടുക്കാനായിട്ട് മറന്നു പോയെന്ന് പറഞ്ഞിട്ട് ക്യൂമും ഗ്യൂറുമിനോട് അവിടെ തന്നെ നിൽക്കുവാനായിട്ടൊക്കെ പറയുന്നു. ഈ ഒരു ഗ്യാപ്പില് ബാക്കിയുള്ള രണ്ടുപേരും ലിഫ്റ്റ് വഴിയൊക്കെ കയറിയും പോകുന്നു. ശരിക്കും കിമ്മിന് ഡോക്യുമെന്റ് ഒന്നും തന്നെ എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുമുണ്ട്. എങ്കിലും അവർ ഇതുപോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ് ഗ്യൂറമിന്റെ അഭിപ്രായം. ജിയുടെ അടുത്ത് ഒൺഹോയും നാളെ നടക്കുവാനായിട്ട് പോകുന്ന ഇവന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അന്നത് സ്വീകരിക്കേണ്ടായിരുന്നു എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നിപ്പോവുകയാണ്. അവനാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഒക്കെ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കമ്പനി തന്നെ അവന് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നൊരു തോന്നലൊക്കെ ഇപ്പോൾ അവന്റെ ഉള്ളിലും ഉണ്ടായി വരികയാണെന്നൊക്കെ ജിയൂണും പറയുന്നു. എന്തായാലും ഈ ഒരു കമ്പനി ഉണ്ടാക്കിയത് ഞാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനീനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യവും എന്റേത് തന്നെയാണെന്നൊക്കെ ജിയൂണും സംസാരിക്കുന്നു. നീ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കമ്പനി ഇത്രത്തോളം നിലക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. നിനക്കല്ലാതെ മറ്റാർക്കും തന്നെ ഈ ഒരു കമ്പനിനെ നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺഹോയും ജിയോണ് ആത്മവിശ്വാസമൊക്കെ നൽകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.